ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഗോൾഡൻ ഗേളീസ്. സോ നമ്മൾ ഇന്നൊരു ബീച്ച് വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു വലിയ ബീച്ച് വ്ളോഗൊന്നും അല്ല, ഒരു കുട്ടി ബീച്ച് വ്ളോഗായിരിക്കും. സോ ഞാൻ കുറച്ചായി ആലപ്പുഴയിൽ വന്നിട്ട് കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ എക്സാംസും ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് കുറേ ആയിട്ട് ആലപ്പുഴയിൽ വരാൻ പറ്റിയിട്ടില്ല. സോ എനിക്കിപ്പം ഫൈനൽ സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഇൻ്റർണൽ എക്സാമും മോഡൽ എക്സാംസും കൂട്ടിയിട്ട് ഒരുമിച്ച് വന്നു. പിന്നെ പ്രൊജക്റ്റിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ബിസിയായിപ്പോയി. സോ ഇപ്പോൾ വിഷുവിടെ ലീവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ ഇപ്പം ഇവിടെ വന്നിരിക്കുകയാണ്, ആലപ്പുഴ വന്നിരിക്കുകയാണ്. സോ എന്തായാലും വന്നല്ലോ, അപ്പോൾ കുറേ ആയി ബീച്ചിൽ പോയിട്ട്. അങ്ങനെ ബീച്ചിൽ പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ. സോ എനിക്കും അബിക്കും നോർമലി ഡേ ബീച്ച് ലൈഫിനെക്കാട്ടി ഇഷ്ടം നൈറ്റ് ബീച്ച് ലൈഫാണ്. ബിക്കോസ് ഒരു ഡിഫറെൻറ്റ് ഫീലാണ് ഈ ഒരു നൈറ്റ് ബീച്ച് ലൈഫ് എന്ന് പറയുന്നത്. ഡേ ബീച്ച് ലൈഫ് ഇഷ്ടമല്ലെന്നല്ല, പക്ഷേ ഇഷ്ടമാണ്. എന്നാലും വെയിൽ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. സോ ഈ ഒരു സാഹചര്യത്തിൽ വെയിൽ എത്രത്തോളം ശക്തിയാണെന്ന് നമുക്കറിയാൻ പറ്റും. വെയിലിൻ്റെ മാത്രമല്ല, ഞങ്ങൾക്ക് നോർമലി എപ്പോഴായാലും ഈ നൈറ്റ് ബീച്ച് ലൈഫാണ് ഇഷ്ടം. സോ കുറച്ച് നമ്മൾ റെയിൽവേ പോസ്റ്റിൻ്റെ അവിടെയൊക്കെ പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പോസ്റ്റ് അടിച്ച് നിൽക്കേണ്ടി വന്നു. സോ അതുമാത്രമല്ല, നമ്മുടെ ബീച്ചിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു ഗൈസ്. നല്ല തിരക്കെന്ന് വെച്ചാൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. സോ നിങ്ങൾക്ക് പൊതുവെ നൈറ്റ് ബീച്ച് ലൈഫാണോ അതോ ഡേ ബീച്ച് ലൈഫാണോ ഇഷ്ടമെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. സോ എന്തായാലും മറക്കാതെ കമൻറ്റ് ചെയ്യണേ. സോ ഞങ്ങൾ ഇപ്പോൾ ബീച്ചിലെത്തി കേട്ടോ ഗൈസ്. സോ ബീച്ചിലെത്തി പാർക്ക് ചെയ്യാൻ വന്നു. പാർക്ക് ചെയ്യണവിടെ ഉൾപ്പെടെ നല്ല തിരക്കായിരുന്നു. കുറേ ടൂറിസ്റ്റ് ബസ് നിരത്തി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ തന്നെ സ്ഥലം ഞങ്ങൾ അന്വേഷിച്ച് കുറേ നേരം കറങ്ങിയിട്ടാണ് ഞങ്ങൾ പാർക്ക് ചെയ്തത്. സോ ഞങ്ങളത് എന്തായാലും ബീച്ചിലെത്തി. ഇവിടെ നമ്മൾ മുഖ്യമന്ത്രിയുടെ ഒരു പ്രോഗ്രാം ബീച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സോ അതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക്. ബിക്കോസ് പുറത്തൊക്കെ നല്ല ബ്ലോക്കാണ്. അതായത് നമുക്ക് ബീച്ചിൻ്റെ സൈഡിലോട്ടൊന്നും അടുക്കാൻ പറ്റില്ല. ഞങ്ങൾ റെയിൽവേ ക്രോസിൻ്റെ അവിടെ വന്നിട്ട് തന്നെ അവിടെ തിരിഞ്ഞു പോകാൻ പറഞ്ഞ് ഞങ്ങൾ വേറെ വഴി വരേണ്ടി വന്നു. സോ ഞങ്ങൾ ബീച്ചിലെത്തി, കുറച്ച് സർബത്തൊക്കെ കുടിച്ച് കപ്പലണ്ടിയൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ ഇരുന്നു. സോ ഈ ഒരു തണുത്ത കാറ്റും പിന്നെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ചിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, അതൊരു വേറെ ഫീൽ തന്നെയാണ് കേട്ടോ. സോ അത് കഴിഞ്ഞ് ഞങ്ങളൊരു 10 മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ബീച്ചിൽ നിന്ന് ഇറങ്ങി. സോ വേറൊന്നും കൊണ്ടല്ല, ഫുഡ് കഴിക്കണമല്ലോ. സോ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ്. സോ ഇത് ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഫുഡ് സ്പോട്ടാണ് കേട്ടോ. എനിക്ക് പേര് ഓർമ്മയില്ല, ബട്ട് ഈ ഒരു പ്ലേറ്റ് ഇതൊരു കോംബോ പ്ലേറ്റാണ്. അതായത് പൊറോട്ട, അൽഫാം, മയോണൈസ് പ്ലസ് സാലഡ്. സോ ഈ ഒരു പെർ പ്ലേറ്റിന് ഇവർ ചാർജ് ചെയ്യുന്നത് 99 റുപ്പീസാണ്. ഫുഡും വലിയ കുഴപ്പമില്ല, ടേസ്റ്റി ആയിരുന്നു. സോ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോയി. സോ അത്രേ ഉള്ളൂ ഗായ്സ്. ഇനി നമ്മൾ അടുത്ത വീഡിയോ കാണും വരെ ബായ്.